ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് പൊട്ടാറ്റോൻ്റെ ഒരു ഡ്രൈ ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇങ്ങനെ ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടാണ്. ഇതിലും ചെറുതാക്കി പീസാക്കിയാൽ മതി കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പം ഞാനിത് വേവിച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒരു 80% പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചെറുതാക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ ഫെനൽ സീഡ്സിൻ്റെ പൊടി, പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതും ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് കുറച്ചൊരു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പതുക്കനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മൊത്തത്തിൽ ഈ മസാല ആവണമെന്നൊന്നും നിർബന്ധമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ബ്ലറായിപ്പോയി, വീഡിയോ സൂം ഔട്ട് ആയതാട്ടോ. അപ്പം ഞാൻ ആ വെളിച്ചെണ്ണയിലോട്ട് നമ്മളെ ഈ മസാല തേച്ച് വെച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര വലിയ പീസാക്കണ്ട കേട്ടോ. ഞാൻ വലിയ പീസാക്കിയിട്ടല്ല പൊരിക്കൽ. അപ്പം ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വലുതായി പോയതാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് പൊരിക്കാം. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. അതായത് ഇത് കുറച്ചൊരു ക്രിസ്പി ആവണം. അതിൻ്റെ പുറമേയൊക്കെ ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആവണം. അപ്പം ഇതിപ്പം ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാൻ കുറഞ്ഞ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഏകദേശം 2 സൈഡും ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ കറിവേപ്പില ജസ്റ്റ് ഒന്ന് ആ ഇതിൽ ഒന്ന് മുരിഞ്ഞ് വരുന്ന വരെ ഒന്ന് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും ഡിന്നറിനായാലും നമുക്ക് സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.